ഭാരതാംബ വിവാദത്തിന് ശേഷം SFI പ്രവർത്തകർ തെരുവിലാണ്. അത് രാജ്ഭവനിലുണ്ട്, യൂണിവേഴ്സിറ്റി സർവകലാശാലയ്ക്ക് മുന്നിലുണ്ട്. പക്ഷേ ഈ സമരത്തിന് പിന്നാലെ വലിയ സംഘർഷമുണ്ടാകുന്നു, അവരുടെ കേസെടുക്കുന്നു, അവരുടെ ഭാവി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുകയാണ്. പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെയും ഈ CPM-ന്റെ നേതാക്കളുടെ മക്കളോ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി മികച്ച രീതിയിൽ വിദ്യാഭ്യാസം നേടുകയാണ്. ഇത് മുൻകാലത്തും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ എന്തുകൊണ്ടായിരിക്കും CPM നേതൃത്വം മുൻകൈ എടുക്കാത്തത്? CPM നേതൃത്വം ശരിക്കും പറഞ്ഞാൽ ഇപ്പം പിള്ളേരെപ്പിടുത്തക്കാരെ പോലെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് പരക്കെ ഉള്ളൊരു ആക്ഷേപം. കാരണം നമ്മുടെ സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ തട്ടിക്കൊണ്ടു പോവുകയും അവരെ പിള്ളേരെപ്പിടുത്തക്കാർ കണ്ണു കുത്തിപ്പൊട്ടിക്കുകയും കൈകാലുകൾ ഒടിച്ച് വികലാംഗനാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് മാനസികമായി അവരുടെ വീക്ഷണത്തെ കുത്തിപ്പൊട്ടിക്കുകയും അവരുടെ മാനസിക വൈകല്യം ഉണ്ടാകുന്നതിനെ ഞെക്കി ഒടിക്കുകയും ചെയ്ത് മാനസിക വൈകല്യമുള്ളവരാക്കിയും ഒരു തെരുവിലെ ഭ്രാന്തന്മാരാക്കിയും രാക്ഷസന്മാരാക്കിയും വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണ് കുറച്ച് നാളുകളായിട്ട് CPM കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പണ്ടേ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് വ്യാപകമായിട്ട് നടത്തുകയാണ്. SFI പറയുന്നത് ഞങ്ങൾ കോളേജുകളില്ലെങ്കിൽ അവിടെ അരാഷ്ട്രീയവാദം വളരും, റാഗിംഗ് ഉണ്ടാകും, വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് SFI. അവർ പറയുന്നതിന് കാരണമുണ്ട്. കാരണം അരാഷ്ട്രീയം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവേശിച്ചാൽ അത് അരാഷ്ട്രീയം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ റാഗിംഗ് നടത്തിയാൽ ഇവർക്ക് റാഗിംഗ് നടത്താം, അവർ റാഗിംഗ് നടത്താൻ പാടില്ല. ഇവർക്ക് ബലാത്സംഗം ചെയ്യാം, അവർ ബലാത്സംഗം ചെയ്യാൻ പാടില്ല. ഇവർക്ക് ടീസിങ് നടത്താം, അവർക്ക് ടീസിങ് നടത്താൻ പാടില്ല. ഇവർക്ക് വേണമെങ്കിൽ കെട്ടിത്തൂക്കി നിർത്താം, അവർ കെട്ടിത്തൂക്കി നിർത്താൻ പാടില്ല. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അതാണ്. മറ്റുള്ളവർ ചെയ്യുന്നതാണ് അവർ അരാഷ്ട്രീയമായും. അതാണ് പൂക്കോട് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ കണ്ടതാണ്. പൂക്കോട് സിദ്ധാർത്ഥൻ നമ്മൾ വെളിയിൽ വന്ന ഒരു കഥയല്ലേ. ഇതൊക്കെ ഒറ്റപ്പെട്ടതെന്ന് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത് വെളിയിൽ വരുന്ന അല്ലെങ്കിൽ TV ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മൾ അറിയുന്ന ഒറ്റപ്പെട്ടതാണ്. പക്ഷേ നിത്യവും 365 ദിവസവും ഒരു 10 കേസായിട്ട് ഒരു 3600 കേസുകൾ ഒറ്റപ്പെട്ടതായിട്ട് വരുമ്പം അത് ഒറ്റപ്പെട്ടതാണോ അതോ നമ്മുടെ വിദ്യാർത്ഥികൾ ജീവിതം അപകടത്തിലാകുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ നേതാക്കളെല്ലാം, അതിപ്പോൾ CPM അല്ല, മിക്ക രാഷ്ട്രീയ നേതാക്കളും അവരുടെ മക്കളെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വിടുന്നെങ്കിൽ MP സീറ്റ് വരുമ്പോൾ അന്നേരം ചിലപ്പോൾ വിട്ടുന്നില്ല. MLA സീറ്റ്, MP സീറ്റൊക്കെ വരുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും കവറ്റബിൾ പൊസിഷനിലേക്ക് അവരുടെ മക്കളെ ഇരുത്താനായിട്ട് ഏതെങ്കിലും ബോർഡിൻ്റെ തലപ്പത്തോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തോ ഒക്കെ ഇരുത്താനായിട്ട് അവർ മക്കളെ വിടും. അല്ലാതെ അവർ മക്കളെ ഒരിക്കലും ഈ തെരുവ് യുദ്ധത്തിന് വിടില്ല. തെരുവ് യുദ്ധത്തിന് വിടുന്നത് തെരുവിൻ്റെ മക്കളുണ്ട്, അവരെയാണ് വിടുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ജോലി ഇതാണെന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. നിങ്ങളൊക്കെ തെരുവിൽ ജനിച്ചവർ, തെരുവിൽ പോരാടേണ്ടവർ, തെരുവിൽ മരിക്കേണ്ടവർ, അങ്ങനെ തെരുവിൽ ഞങ്ങൾക്ക് രക്തസാക്ഷികളായിട്ട് ഓരോ ജംഗ്ഷനിലും വെക്കാനുള്ള സ്തൂപങ്ങളാണ്, ചിത്രങ്ങളാണ് നിങ്ങളെന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇത് കേരളത്തിന് ഒട്ടും ഭൂഷണമല്ല. കേരളത്തിലെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ ഇത് കണ്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെടും. ഇപ്പം തന്നെ കഞ്ചാവും MDMA ഒക്കെ ആയിട്ട് പല വിധത്തിലുള്ള കുഴപ്പത്തിലാണ്. അതിന് പുറമെ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ പ്രശ്നത്തിലാവും. ഇപ്പം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കഴിഞ്ഞ തവണ സാധാരണഗതിയിൽ പൊതു പണിമുടക്ക് വരുമ്പോൾ ഇവിടെ ബന്ധാകാറുണ്ട്. പക്ഷെ ആ ബന്ദിന് ഒരു സാമാന്യ ബോധത്തോടെയാണ് പലരും വണ്ടി തടയാനൊക്കെ പോകുന്നത്. ഇത്തവണ വന്നത് മദ്യലഹരിയിലും മയക്കുമരുന്ന് ലഹരിയിലുമാണ് ആൾക്കാരെ ആക്രമിക്കാൻ വന്നതെന്നുള്ളതാണ് കണ്ടത്. അവരുടെയൊക്കെ ബ്ലഡ് പരിശോധന നടത്തിയതിൽ നിന്നും അത്തരത്തിലുള്ളവരെയാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ കേരളം അന്നത്തെ ദിവസം ലീവാകുമ്പോൾ അടിച്ചിട്ട് അതുകൊണ്ടല്ല, ഈ പ്രവർത്തകരെ കുറെ കൂടെ ഇപ്പം നമുക്ക് ഒരു സ്ട്രൈക്ക് നടത്താൻ നമുക്കൊരു ഊർജം വേണം. ആ ഊർജ്ജം ഒരു അധാർമികതയ്ക്കെതിരെയാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഊർജ്ജം വരുന്നത്. അപ്പൊ അധാർമികതയൊന്നും കാണാനില്ല. അപ്പൊ എന്തെങ്കിലും അല്ല, അത് കേരളത്തിന്റെ ഒരു സംസ്കാരം തന്നെ മാറിയിട്ടുണ്ടോ? പണ്ടെല്ലാം വലിയ രീതിയിൽ ഈ CPM-ന് മുന്നിൽ ഭയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഇത് പലയിടങ്ങളിൽ അവർ ചോദ്യം ചെയ്യുകയാണ് ഈ സമരത്തെ. തീർച്ചയായിട്ടും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാ തലത്തിലും ആളുകൾ ചോദ്യം ചെയ്യും. CPM-നകത്ത് തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPM-നകത്ത് തന്നെ ഈ രീതി ശരിയാണോ
ഇങ്ങനെയാണോ നമ്മൾ പാർട്ടിയെ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെയാണോ നമ്മൾ യുവജന പ്രസ്ഥാനത്തെ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെയാണോ നമ്മൾ ഇലക്ഷൻ നേരിടേണ്ടത്, നമ്മുടെ ആശയങ്ങൾ എവിടെ പോയി? നിലമ്പൂരിൽ അവർ കാണിച്ച പ്രകടനം എന്ത് ശക്തമായ പ്രകടനമായിരുന്നു. പക്ഷേ ആ പ്രകടനത്തിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടിയോ? സാംസ്കാരിക നായകന്മാർ വന്ന് കൂവി വിളിക്കുകയല്ലേ ഇത്. കുയിലായും പിന്നെ 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 കാക്കയായും ഒക്കെ വന്ന് അവിടെ പാടി. പക്ഷെ ഒരു പാട്ടും ആരും നിലമ്പൂരിൽ കേട്ടില്ല. എന്തുകൊണ്ടാണ്? സാംസ്കാരിക തലത്തിൽ ചിന്തിക്കുന്നവരുടെ ആ സ്പന്ദനങ്ങളെ ഉൾക്കൊള്ളാൻ ഇന്ന് പാർട്ടി പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. പണ്ടങ്ങനെയായിരുന്നു. പണ്ട് കമ്മ്യൂണിസ്റ്റ് പിന്നെ നമ്മൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം, അതിലെ പാട്ടുകൾ, പിന്നീട് KPSCയുടെ നാടക ഗാനങ്ങൾ, അത് കഴിഞ്ഞ് വന്ന സിനിമാ ഗാനങ്ങളൊക്കെ ഇൻസ്പയറിംഗ് ആയിരുന്നു. ആ പാട്ടുകളാണ് ഇന്നും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളത് തന്നെ പാട്ടുകളൊക്കെയാണ് ഇപ്പോഴും. ബലി കുടീരങ്ങളെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന അതേ ഉള്ളൂ. ഇപ്പോൾ ബലി കുടീരങ്ങൾ പലപ്പോഴും ശവകുടീരങ്ങൾ തന്നെയായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. കാരണം പോരാടി ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോരാടി മരിക്കുന്നവനെ നമ്മൾ ബലികുടീരങ്ങളായിട്ട് കാണുന്നതിന് അത് ശവകുടീരങ്ങളായിട്ടേ കാണുകയുള്ളൂ. അപ്പം നമ്മൾ ബലി അർപ്പിക്കപ്പെട്ടവരായിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ പോലും അവരെ ജനങ്ങൾ കാണുന്നത് മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ചു കയറി തിന്നുന്ന ചില ശവന്തീനികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സാംസ്കാരിക തലത്തിൽ അവർക്ക് ഉന്നമനത്തിൽ വരാൻ കഴിയാത്തത്. ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമെന്ന് പറയുന്നത് നമ്മുടെ കലാലയമാണ് അല്ലേ? ആ കലാലയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നത് എന്താണ്? അവിടുത്തെ കേരള പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ, കേരള പോലീസിനെ തിരിച്ച് ലാത്തി വാങ്ങിച്ച് അടിക്കുന്ന അവസ്ഥ, കേരള പോലീസ് ബാരിക്കേഡ് വെച്ച് ആ ബാരിക്കേഡ് മുഴുവൻ പുറത്തെടുത്ത് കളയുന്ന അവസ്ഥ, അതിനെ പ്രതിരോധിക്കാൻ കേരള പോലീസിന് വിലങ്ങ് കയ്യിൽ അണിഞ്ഞ അവസ്ഥ, സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിക്കകത്തെ സെക്യൂരിറ്റിക്ക് അവരുടെ സെക്യൂരിറ്റി നിലനിർത്താൻ പറ്റാത്ത അവസ്ഥ, സസ്പെൻഡ് ചെയ്ത ആളിനെ അവിടെ ആനയിച്ചു കൊണ്ടുപോകുന്ന സെക്യൂരിറ്റി, അപ്പോൾ ആ സെക്യൂരിറ്റിക്ക് നടപടിയെടുക്കേണ്ടി വരിക. ഇതൊക്കെ എന്തൊരു അരാജകത്വത്തിൻ്റെ അങ്ങേയറ്റമല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് വരുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇനിയിപ്പോൾ കേന്ദ്രസേനയെ വിളിക്കുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്രസേനയെ വിളിക്കണമെന്ന് ഹൈക്കോടതിയിലേക്ക് BJP CPM-നും SFIക്കും എതിരെ എന്ത് വിമർശനമുണ്ടെങ്കിൽ കൃത്യമായ ന്യായീകരണവുമായി എത്താൻ, ക്യാപ്സ്യൂളുകളുമായി എത്താൻ ഈ സംഘടനകൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ അവർക്ക് വീണ്ടും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത്. ജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും വിശ്വസിക്കുന്നത്? ഈ ജനങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. ജനങ്ങൾക്ക് അറിയാം ഇതൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഇപ്പം കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെയാണ്, നമ്മുടെ ശരീരം കേടാകുമെന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കവിഞ്ഞ് വേറൊന്നും സംഭവിക്കാനില്ലെന്ന് ജനത്തിനറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കാത്തത്. ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല. പിന്നെ അവരുടെ ഒപ്പം നിൽക്കുന്ന കുറേ പേരെന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അവർ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ്. കേരളത്തിലെ സർക്കാർ ഓഫീസുകളെയും കേരളത്തിലെ കോഓപ്പറേറ്റീവ് സെക്ടറിനെയും ഒക്കെ അവർ യൂണിവേഴ്സിറ്റികളെയൊക്കെ യൂസ് ചെയ്തും മിസ്യൂസ് ചെയ്തും പിൻവാതിൽ നിയമനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ക്ലീനിങ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആശാവർക്കർമാരെന്ന് പറഞ്ഞാലും ഒക്കെ കുറേ പേരെ അവർ തിരികെ കയറ്റിയിട്ടുണ്ട്. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്ന SFI വർഷങ്ങളായി തന്നെ അവരുടെ ഏകാധിപത്യ സ്വഭാവം അവിടെ ഉണ്ട്. പക്ഷേ SFI പറയുന്നത് ഗവർണർ ഉൾപ്പെടെയുള്ള ഈ VC-മാർ ഉൾപ്പെടെയുള്ളവർ ഈ കോളേജുകളെയും സർവകലാശാലകളെയും തകർക്കാൻ ശ്രമിക്കുന്നു, അവിടെ സംഘപരിവാറിന്റെ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതെന്നാണ് ശരി ഈ SFI പറയുന്നത്. ഞാൻ അവരെ പൂർണ്ണമായും 100% ഞാൻ അനുകൂലിക്കുന്നു വിചാരിച്ചു. SFI പറയുന്നത് 100% ശരിയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ പോലും അതിന് ചെയ്യേണ്ടത് എന്താണ്? സംഘപരിവാറിന്റെ ആശയം അവിടെ കൊണ്ടിരുന്നെങ്കിൽ സംഘപരിവാറിന്റെ ആശയത്തിനെതിരായി നിങ്ങൾക്കൊരു ആശയമുണ്ടോ? ആ ആശയമല്ലേ ഇവിടെ പ്രയോഗിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ആശയത്തിന് പകരം ആയുധം. പണ്ട് ആമാശയമായിരുന്നു, ഇപ്പം ആശയത്തിന് പകരം ആയുധമാണ്. ആയുധം കൊണ്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആരെയും കീഴടക്കാൻ കഴിയില്ല. ഒരു കൊലയ്ക്ക് നിങ്ങൾക്ക് 10 എതിരാളികൾ ഉണ്ടാകുകയില്ല അല്ലേ? ഒരു കുടുംബത്തിൽ ഒരു കൊല നടക്കുമ്പോൾ അവരുടെ മാത്രമല്ല അവരുടെ ബന്ധുക്കളടക്കം 100 കണക്കിന് പേരുടെ ശത്രുത, അയൽക്കാരടക്കമുള്ള 100 കണക്കിന് പേരുടെ ശത്രുതയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് ആ ആശയത്തെ ആയുധം കൊണ്ട് കീഴടക്കാമെന്ന് ഏതെങ്കിലും ഒരു രാജ്യം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യം പോലും രക്ഷപ്പെട്ടില്ല. ഏതെങ്കിലും ഒരു സ്വാർത്ഥ ഏകാധിപതി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പോലും നിലംപൊത്തിയിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം തകർന്നത് എന്തുകൊണ്ടാണ്? ആയുധം കൊണ്ട് ആശയങ്ങളെ കീഴടക്കാമെന്നുള്ള തെറ്റിദ്ധാരണയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഏത് സാമ്രാജ്യങ്ങൾ ആര് കെട്ടിപ്പടുത്തിട്ടുണ്ടോ, ഏത് വ്യവസ്ഥിതികൾ ഏകാധിപതികൾ കെട്ടിപ്പടുത്തിട്ടുണ്ടോ അവർ പോലും തകരാണ്. ഇന്ത്യ എന്തായാലും ഇപ്പോൾ ഏകാധിപത്യ രാഷ്ട്രമല്ല, കേരളം ഏകാധിപത്യ രാഷ്ട്രമല്ല. കേരളത്തിലും നമുക്ക് ഒളിച്ചിരുന്ന് ഒരു മറ വെച്ച് വോട്ട് ചെയ്യാനുള്ള സന്ദർഭം കേരളത്തിലും നിലവിലുണ്ട്.
അസംബ്ലിയിലും പാർലമെന്റിലും നിയമസഭ പിന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലുമൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇനി ആലോചിച്ചായിരിക്കുമെന്നുള്ളത് CPM മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. ഇപ്പോൾ ഒരു ഗുണം അവർക്കുള്ളത്, ഇവിടെ വോട്ട് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. ഏതാണ്ട് 20% അധികം വോട്ടുകൾ ഇപ്പോൾ BJP പിടിക്കുന്ന അവസ്ഥ വരികയും കോൺഗ്രസ് അതുപോലെ തന്നെ 40% വോട്ട് പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 60% വോട്ട് വെളിയിൽ നിൽക്കുകയും 40% വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് 99 സീറ്റും പിടിക്കാം എന്നുള്ള, വീണ്ടും 3ാം ഭരണം പിടിക്കാമെന്നുള്ള ഒരു ധാരണയും ധാർഷ്ട്യവുമാണ് അവരെ ഇപ്പോൾ ഇലക്ഷൻ്റെ പടിവാദങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പിന്നെ മാമാങ്കങ്ങൾ കാണിക്കാൻ, രാഷ്ട്രീയ കോപ്രായങ്ങൾ കാണിക്കാൻ, കുട്ടികളുടെ ഭാവി തുലയ്ക്കാൻ ഒക്കെ അവർ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വളരെ കരുതലോടെ ഈ ഇലക്ഷന് മുമ്പൊക്കെ ഇങ്ങനെ നീങ്ങുള്ളൂ. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ശക്തമായിട്ട് പ്രതിഫലിക്കും. ഈ 60% കറക്റ്റായിട്ട് മാറി നിന്ന് 40% മുഴുവൻ പിന്നെ കോൺഗ്രസിന് പിന്നെ CPM-ന് വീണ് അവർ വീണ്ടും സീറ്റ് പിടിക്കുമോ, 41-42% വെച്ച് പിടിക്കുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലമ്പൂർ അതിൻ്റെ ഒരു സൂചനയാണ്. ഇതിനു മുമ്പ് നടന്ന ഓരോ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും അതിൻ്റെ ഒരു സൂചനയാണ്. പാർലമെന്റ് ഇലക്ഷൻ അതിൻ്റെ ഒരു സൂചനയാണ്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്ന് മുദ്രാവാക്യം അവരാണ് വിളിച്ചിട്ടുള്ളത്. ആ മുദ്രാവാക്യം അവർ തന്നെ ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.